ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, പി വി നരസിംഹറാവു, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കർഷകരുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേൽ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുന്നു. 10 വർഷത്തെ ശ്രമത്തിലൂടെ രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നേറിയെന്ന് ധവളപത്രം. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന നിയമ ഭേദഗതി ബിൽ 2024 അടക്കം 3 ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. സ്കൂളുകൾ വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങളായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിഖ്യാത പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായ പി വി നരസിംഹറാവു ഇന്ത്യയെ വിവിധ തലങ്ങളിൽ വിപുലമായി സേവിച്ച ഭരണാധികാരിയാണെന്ന് പ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന് മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗ് നൽകിയ സംഭാവനകൾക്കാണ് ഭാരതരത്ന സമർപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ ജീവിതം മുഴുവൻ കർഷകരുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് ചരൺ സിംഗ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൃഷിയിലും കർഷകക്ഷേമത്തിലും നൽകിയ മഹത്തായ സംഭാവനകൾക്ക് എം എസ് സ്വാമിനാഥന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ വളർച്ചയിൽ കൃഷിക്ക് നിർണായക പങ്കുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കർഷകരുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 62ാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഫസൽ ബീമ യോജന, ജലസേചന നയം, മിനിമം താങ്ങുവില എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നയങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതാണ്. 2047-ൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി ഉയർന്നു വരുമ്പോൾ ആ യാത്രയുടെ മുൻനിരക്കാർ ഇന്ത്യൻ കർഷകരായിരിക്കുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേൽ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക രംഗം രാജ്യത്തെ ജനജീവിതത്തെ സ്വാധീനിച്ചത് എപ്രകാരമെന്ന് ധനമന്ത്രി ധവളപത്രത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ RSPയുടെ NK പ്രേമചന്ദ്രനും TMC നേതാവ് സൌഗത റേയും ധവളപത്രത്തിനെതിരെ ബദൽ പ്രമേയം അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. തകർന്നു കിടക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 10 വർഷത്തെ ശ്രമത്തിലൂടെ മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റിയതിനു ശേഷമാണ് സർക്കാർ ധവളപത്രം ഇറക്കിയതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വസ്തുതാപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെയാണ് ധവളപത്രം ഇറക്കിയതെന്ന് പറഞ്ഞ ധനമന്ത്രി, രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളുടെയും അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ള രേഖയാണ് ഇതെന്നും പറഞ്ഞു. രാജ്യത്തിന്റെ കീർത്തി പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വെളിവാക്കുന്നതാണ് ധവളപത്രമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ധവളപത്രം രാഷ്ട്രീയ പ്രകടന പത്രികയാണെന്ന് കോൺഗ്രസ് MP മനീഷ് തിവാരി സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചു. നോട്ട് നിരോധനത്തിന്റെ ദൂഷ്യഫലം എന്തുകൊണ്ടാണ് ധവളപത്രത്തിൽ എടുത്തു പറയാത്തതെന്ന് DMK MP വീരസ്വാമി കലാനിധി ചോദിച്ചു. അതേസമയം അഴിമതിക്കായി എല്ലാ പാർട്ടികളും ഒരുമിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് BJP MP നിഷികാന്ത് ദുബെ പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി. സമ്പദ് വ്യവസ്ഥ മോശം അവസ്ഥയിലാണെന്ന ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ഇതിൽ വ്യക്തത വരുത്താൻ ഈ ധവളപത്രം ആവശ്യമാണെന്നും JDU നേതാവ് രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന നിയമ ഭേദഗതി ബിൽ 2024, ഭരണഘടന, ജമ്മു ആൻഡ് കാശ്മീർ പട്ടികജാതി ഓർഡർ ഭേദഗതി ബിൽ 2023, ഭരണഘടന, ജമ്മുകാശ്മീർ പട്ടികവർഗ ഉത്തരവ് ഭേദഗതി ബിൽ 2023 എന്നിവ പാർലമെന്റ് പാസാക്കി. ജമ്മുകാശ്മീർ പഞ്ചായത്തി രാജ് ആക്ട്, ജമ്മുകാശ്മീർ മുനിസിപ്പൽ ആക്ട്, ജമ്മുകാശ്മീർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് എന്നിവയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനാണ് ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന നിയമങ്ങൾ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ജമ്മുകാശ്മീരിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകാനും
ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കൊപ്പം കേന്ദ്രഭരണ പ്രദേശത്തെ തദ്ദേശ സ്ഥാപന നിയമങ്ങളിൽ സ്ഥിരത കൊണ്ടുവരാനും ഉദ്ദേശിച്ചുള്ളതാണ് നിയമനിർമ്മാണം. പൊതുപരീക്ഷകൾ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ ബിൽ 2024 രാജ്യസഭ പരിഗണനയ്ക്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉപരിസഭയിൽ ബിൽ അവതരിപ്പിച്ചു. പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബിൽ. ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ 11ാമത് പതിപ്പിനുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുന്നു. 85-ലധികം അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 12 മുതൽ 14 വരെ നടക്കുന്ന ഉച്ചകോടി ഭാവി ഗവൺമെന്റുകളെ രൂപപ്പെടുത്തൽ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ, തുർക്കിയെ, ഖത്തർ എന്നീ രാജ്യങ്ങൾ അതിഥികളായിരിക്കും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 14-ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹ്മൂദ് ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ചു. തുടർച്ചയായി 4ാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രപതി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് പുരോഗതിയുടെയും സമൃദ്ധിയുടെയും പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ശക്തവും സുസ്ഥിരവും സമൃദ്ധവുമായ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ താൽപര്യമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ കാവോ കിം ഹോൺ ഞായറാഴ്ച മുതൽ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. 2023 ജനുവരിയിൽ ചുമതലയേറ്റ ശേഷം ഡോക്ടർ കാവോയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സ്കൂളുകൾ വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങളായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ എന്റെ പുസ്തകം എന്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച 1056 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ 2ാം ഘട്ട പര്യടനത്തിന് തുടക്കമായി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, ശ്രീകാര്യം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവ നടന്നു. ആകെ 24 സ്ഥലങ്ങളിൽ നടക്കുന്ന ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. കോഴിക്കോട് മാലാപ്പറമ്പിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. കൂത്തുപറമ്പിലും ബിലാത്തിക്കുളത്തും യാത്രയുടെ ഭാഗമായി സ്വീകരണ യോഗങ്ങൾ ഒരുക്കി. എറണാകുളത്ത് യാത്രയുടെ 2ാം ഘട്ടം മട്ടാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഞായറാഴ്ച ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിലാണ് മത്സരം. ഇന്നലെ നടന്ന 2ാം സെമിയിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം പുരോഗമിക്കുന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് പാർട്ടി എന്നീ പാർട്ടികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇതുവരെ 146 ഇടത്തെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് പാർട്ടി 60 സീറ്റുകളും, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 43ഉം, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 37ഉം മറ്റുള്ളവർ 6 സീറ്റുകളുമാണ് നേടിയത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഞായറാഴ്ച മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിൽ ഏകദിന പര്യടനം നടത്തും. സംസ്ഥാനത്തെ ഗോണ്ടിയ, ഭണ്ഡാര ജില്ലകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കും പ്രമുഖ വ്യക്തികൾക്കും ഉപരാഷ്ട്രപതി സ്വർണ്ണ മെഡലുകൾ നൽകും. ഗോണ്ടിയയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ ശ്രീ ധൻകർ പങ്കെടുക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തെ മൊത്തം പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം 18% വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട രാജ്യസഭയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കർഷകരുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേൽ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുന്നു. 10 വർഷത്തെ ശ്രമത്തിലൂടെ രാജ്യം സാമ്പത്തിക രംഗത്ത് മുന്നേറിയെന്ന് ധവളപത്രം. ജമ്മുകാശ്മീർ തദ്ദേശ സ്ഥാപന നിയമ ഭേദഗതി ബിൽ 2024 അടക്കം 3 ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. സ്കൂളുകൾ വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങളായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.